ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിക്കും. അത് കാത്തിരിക്കുന്ന എല്ലാവരും നോക്കുന്നത് കോഹ്ലിക്കും രോഹിത്തിനും പകരം വരുന്നത് ടീമിലേക്ക് ആരാണ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റർ എന്ന നിലയിൽ തന്നെ ഇവർ ടെസ്റ്റിലൂടെ വളരെയധികം ഇന്ത്യയുടെ പേര് ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേർക്കും പകരം വരുന്ന ഒരു വ്യക്തി അത് അത്രമേൽ ടീമിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നത് ശക്തമായ കാര്യമാണ്. ഇതെല്ലാം ഗംഭീറിന്റെ പ്ലാനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഗംഭീർ തന്നെയാണ് കോഹ്ലിയും രോഹിത്തിനെയും ടീമിൽ നിന്ന് പറഞ്ഞയച്ചത് എന്ന് പറയുന്നു. പറയാതെ അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന രീതിയിൽ തന്നെ പെരുമാറുകയും അത് അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രചോദനമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അഭാവം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് പരിശീലകൻ ഗൗതം ഗംഭീർ തന്നെ പറയുന്നത്. ഈ വെല്ലുവിളി ടീമിലെ മറ്റ് യുവതാരങ്ങൾക്കുള്ള അവസരം കൂടിയാണെന്ന് പറയുന്നു. രോഹിത്തിന്റെയും വിരാറ്റിന്റെയും അഭാവം തന്നെ നികത്താൻ ഇവർക്ക് കഴിയണമെന്നും ഗംഭീർ തന്നെ പറയുന്നുണ്ട്. ഗംഭീറിന്റെ വാക്കുകൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. വലിയ അനുഭവ സമ്പത്തൊന്നും വേണമെന്നില്ല, പക്ഷെ നന്നായി കളിച്ചാൽ മതി. അവരുടെ അഭാവം നമുക്ക് നീക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഗംഭീർ എന്ന് പറയാം. ആ ആത്മവിശ്വാസത്തിൽ തന്നെ ടീമിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത രണ്ടുപേർ പോയതിന്റെ ഒരു സന്തോഷവും ഉണ്ടെന്ന് ട്രോളുകളിൽ പറയുന്നുണ്ട്. വിരാടിന്റെയും രോഹിത്തിന്റെയും ഒക്കെ അപ്രതീക്ഷിത വിരമിക്കലുകൾക്ക് പിന്നാലെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ കോച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നത്.